നിലവിൽ എണ്ണ വിപണന കമ്പനികൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന 19 കിലോഗ്രാം ഭാരമുള്ള LPG സിലിണ്ടറുകളുടെ വില കുറച്ചപ്പോൾ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14.2 കിലോഗ്രാം സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇത് സാധാരണക്കാരെ സംബന്ധിച്ച് ഒരുപോലെ സന്തോഷവും ദുഃഖകരവും നൽകുന്ന വാർത്തയാണ്. വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറഞ്ഞത് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ തുടങ്ങിയ ബിസിനസ്സുകൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂലൈ വരെ തുടർച്ചയായി 4ാം തവണയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറയ്ക്കുന്നത്. ഡൽഹിയിൽ ഈ കാലയളവിൽ 19 കിലോഗ്രാം സിലിണ്ടറിന് 138 രൂപയുടെ കുറവ് രേഖപ്പെടുത്തി. മറ്റു നഗരങ്ങളായ കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിലും സമാനമായ കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നില്ല. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ 50 രൂപ വർദ്ധിപ്പിച്ചതിനു ശേഷം ഗാർഹിക സിലിണ്ടറുകളുടെ വില സ്ഥിരമായി തുടരുകയാണ്. ഇത് സാധാരണ കുടുംബങ്ങളുടെ ബഡ്ജറ്റിനെ നേരിട്ട് ബാധിക്കുന്നു. ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ അതിന്റെ പ്രയോജനം എല്ലാവർക്കും ലഭിക്കണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ശക്തമാണ്. സർക്കാർ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ദ്രാവക രൂപത്തിലുള്ള പെട്രോളിയം വാതകമാണ് LPG. ബ്യൂട്ടൻ, പ്രൊപ്പൻ എന്നീ വാതകങ്ങളാണ് ഇതിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ളത്. ഇത് ഉയർന്ന മർദ്ദത്തിൽ ദ്രാവക രൂപത്തിലാക്കിയാണ് സിലിണ്ടറുകളിൽ നിറയ്ക്കുന്നത്. വീടുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും പാചകത്തിനായി ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. LPG ഒരു ശുദ്ധമായ ഇന്ധനമാണ്. കത്തിക്കുമ്പോൾ പുകയോ മറ്റ് മാലിന്യങ്ങളോ ഉണ്ടാകുന്നില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇന്ത്യയിൽ പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയാണ് പ്രധാനമായും LPG വിതരണം ചെയ്യുന്നത്. ഈ കമ്പനികൾ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയുടെ അടിസ്ഥാനത്തിലാണ് LPG വില നിശ്ചയിക്കുന്നത്. ഓരോ മാസവും 1-ാം തീയതിയാണ് സാധാരണയായി വില പരിഷ്കരണം നടക്കുന്നത്. LPG വിലയിൽ 2 പ്രധാന ഘടകങ്ങളാണ് സ്വാധീനം ചെലുത്തുന്നത്. ക്രൂഡ് ഓയിൽ വില. ക്രൂഡ് ഓയിൽ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ നേരിട്ട് LPG വിലയെ ബാധിക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ LPG ഉൽപാദന ചെലവ് കുറയുന്നു. ഇത് വില കുറയാൻ കാരണമാകുന്നു. അതേപോലെ ക്രൂഡ് ഓയിൽ വില കൂടുമ്പോൾ LPG വിലയും വർദ്ധിക്കുന്നുണ്ട്. പിന്നെയുള്ളത് വിനിമയ നിരക്കാണ്. ഇന്ത്യൻ രൂപയും അമേരിക്കൻ ഡോളറുമായുള്ള വിനിമയ നിരക്കും വിലയെ സ്വാധീനിക്കുന്നുണ്ട്. LPG ഇറക്കുമതി ചെയ്യുന്നതിന് ഡോളറാണ് ഉപയോഗിക്കുന്നത്. രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഇറക്കുമതി ചെലവ് കൂടുകയും LPG വില വർദ്ധിക്കുകയും ചെയ്യും. വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന 19 കിലോഗ്രാം സിലിണ്ടറുകളും ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാം സിലിണ്ടറുകളും തമ്മിൽ വിലയിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നുണ്ട്. സബ്സിഡി ഇല്ലാത്ത ഉപഭോക്താക്കൾക്കും സബ്സിഡി ലഭിക്കുന്ന ഉപഭോക്താക്കൾക്കും വിലയിൽ വ്യത്യാസമുണ്ടാകും. അതേസമയം വാണിജ്യ സിലിണ്ടറുകൾക്ക് സബ്സിഡി നൽകാറില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ വില അന്താരാഷ്ട്ര വിപണിയിലെ വിലയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വാണിജ്യ സ്ഥാപനങ്ങൾ ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് LPG ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉയർന്ന വില നൽകാനും കഴിയും. എന്നാൽ ഗാർഹിക ഉപഭോക്താക്കളെ സംബന്ധിച്ച് LPG ഒരു അടിസ്ഥാന ആവശ്യമാണ്. അതിനാൽ വിലയിലെ വർധനവ് അവരെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. ഗാർഹിക LPG വിലയിലെ വർധനവ് സാധാരണ കുടുംബങ്ങളുടെ മാസച്ചെലവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. പാചകവാതകം ഒരു അവശ്യ വസ്തുവായതിനാൽ വില വർധനവ് കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കുറഞ്ഞ വരുമാനക്കാരായ കുടുംബങ്ങൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. സബ്സിഡി ലഭിക്കാത്തവർക്ക് ഈ ഭാരം ഇരട്ടിയാണ്. ഉദാഹരണത്തിന് ഒരു സാധാരണ കുടുംബത്തിന് ഒരു മാസം ഒരു സിലിണ്ടർ വേണ്ടി വരുമ്പോൾ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് നേരിട്ട് അവരുടെ മറ്റ് ആവശ്യങ്ങളെ ബാധിക്കുന്നു. പെട്രോൾ, ഡീസൽ വില വർധനവ് പോലെ LPG വില വർധനവും പലപ്പോഴും സാധാരണക്കാർക്ക് അധിക ഭാരമായി മാറാറുണ്ട്. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വില സർക്കാർ എന്തുകൊണ്ട് കുറയ്ക്കുന്നില്ല എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. ഇതിന് പല കാരണങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനമായി അന്താരാഷ്ട്ര വില തന്നെയാണ്. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം വില കുറയ്ക്കുന്നത് സർക്കാരിന് ഒരു സാമ്പത്തിക ബാധ്യതയായി മാറിയേക്കാം. അതോടൊപ്പം സർക്കാരിന് സബ്സിഡി ഇനത്തിൽ വലിയ തുക ചിലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഇത് സർക്കാരിന്റെ സാമ്പത്തിക ഭാരം കൂട്ടുന്നുണ്ട്. LPGക്ക് നികുതി ഈടാക്കുന്നത് സർക്കാരിന്റെ വരുമാന മാർഗങ്ങളിൽ ഒന്നാണ്. വില കുറയ്ക്കുമ്പോൾ നികുതി വരുമാനത്തിലും കുറവുണ്ടാകും. വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കുറച്ചതുപോലെ ഗാർഹിക സിലിണ്ടറുകൾക്കും വില കുറയ്ക്കുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എണ്ണ കമ്പനികൾ ക്രൂഡ് ഓയിൽ വിലയിലെ കുറവിന്റെ പ്രയോജനം ഗാർഹിക ഉപഭോക്താക്കൾക്കും നൽകേണ്ടത് അത്യാവശ്യമാണ്. സബ്സിഡി പുനഃസ്ഥാപിച്ച് അല്ലെങ്കിൽ വില കുറച്ച് സാധാരണ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകാൻ സർക്കാരിന് കഴിയും. ഒരു ജനക്ഷേമ രാഷ്ട്രീയത്തിൽ അവശ്യ വസ്തുക്കളുടെ വില നിയന്ത്രിക്കേണ്ടത് സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്തമാണ്. ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.